ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എന്താ ഇപ്പോൾ ഡെസ്കിൽ മൊത്തം കല്ലെന്നല്ലേ? വേറൊന്നുമല്ല, ഇന്നത്തെ പരിപാടി കല്ലുകൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് നടന്നാൽ പുഴയിലെത്തും. അങ്ങനെ പുഴയിൽ പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഈ കല്ല് പെറുക്കിക്കൊണ്ടുവരുന്ന ശീലം എനിക്കുണ്ട്. അങ്ങനെ പെറുക്കിയതുണ്ട്, പിന്നെ ഒന്ന് താത്താൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് പെറുക്കിയതും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു 3 ഐറ്റംസ് ഉണ്ടാക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രെയിമാണ്. അടിപൊളി എന്ന് ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളും കൂടെ പറയണ്ടേ. സോ വീഡിയോ കണ്ടിട്ട് അടിപൊളിയാണോ അല്ലേന്ന് നിങ്ങളും കൂടെ പറ. പിന്നെ ഈ കല്ല് അറിയുമ്പോൾ എല്ലാ കല്ലും നമുക്ക് എല്ലാത്തിനും പറ്റില്ലല്ലോ. കല്ലിന് പല പല ഷേപ്പും കളറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കുമ്പം ഇതുപോലെ കുറച്ച് നീളമല്ല 2 കല്ല് വേണം. പിന്നെ കുറച്ച് ഉരുണ്ടിട്ട്, അതായത് നമ്മൾ തല വെക്കാൻ ഒരു ബോഡിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ കല്ല് സെലക്ട് ചെയ്യുമ്പം ആ ഒരു ഷേപ്പ് വരുന്ന തരത്തിലുള്ള കല്ലുകളെ എടുക്കുക. അപ്പോൾ ഈ 4 ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ വെച്ച പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ കല്ല് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എപ്പോഴും നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി ഗ്ലൂ കുറച്ചധികം ആക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടുമായിരിക്കും. ഇനി നമുക്ക് എന്ത് വേണം? കയ്യും കാലും വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വരക്കുന്നത് പോലെ നോക്കിയിട്ട് അങ്ങ് വരച്ചാൽ മതിട്ടോ. പക്ഷെ വരച്ച് കഴിഞ്ഞ് കുറച്ചൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ 2 പേരുടെയും ഓരോ കൈ മിസ്സിങ് ആണെന്ന് ഞാൻ അറിയുന്നത്. വിഷമിക്കേണ്ട, ഞാനത് പിന്നെ കൂട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കണ്ടിട്ടൊരു റൊമാൻറ്റിക് കപ്പിളിനൊക്കെ പോലെ ഉണ്ടല്ലേ. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ട് ആ താഴത്തെ ആ റൗണ്ട് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഈ കല്ലിന് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ കാണാനാണ് ഭംഗി തോന്നിയത്, അതുകൊണ്ട് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതേപോലെ പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നയൽ പോളിഷ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പുളിങ്കുരു ചെയ്തപ്പോൾ നമ്മൾ ഫെവിക്കോൾ ആക്കിയപ്പോൾ നല്ലൊരു ഷൈനിങ് എഫക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ മേ ബി അങ്ങനെ ഫെവിക്കോൾ ആക്കിയാലും ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പുളിങ്കുരുവിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ അത് മാറ്റിയിട്ട് ഇതൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രെയിം വർക്ക്. 4 കല്ലുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാം. പരിപാടി കഴിഞ്ഞിട്ടില്ല. സെക്കൻഡ് വൺ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്യാൻഡിൽ ഹോൾഡറാണ്. കല്ല് വെച്ചിട്ടൊരു ക്യാൻഡിൽ ഹോൾഡർ നിങ്ങളൊരു മുന്നേ കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, കാണുവാണ്. വേറെ അവിടെ നിന്നല്ല, നമ്മുടെ സ്വന്തം പിൻട്രസ്റ്റ് തന്നെ. ഫ്രെയിം പോലെ തന്നെ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ചുമ്മാ പറയുന്നതൊന്നുമല്ല കേട്ടോ. കാരണം വീഡിയോയിൽ എത്രത്തോളം ചില സാധനങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ ആയിരിക്കില്ല വീഡിയോയിൽ കാണാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഇതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഇതുപോലെ ഞാൻ 2 നീളം കല്ലും 3 നീളം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് കുറച്ച് പരന്നിട്ടുള്ളതും എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട്, അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കണ്ണ് വരച്ചു കൊടുക്കുകയാണ് 2 അങ്ങനെ 3 വരച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് ബ്ലാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രഷ് വലിയൊരു സുഖമില്ലായിരുന്നു, നല്ല തിന്നായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഐലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐലൈനർ വെച്ചിട്ട് വരക്കുകയാണ്. ബ്രഷ് തന്നെ യൂസ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഐലൈനർ യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അതും ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ തരാം. നെക്സ്റ്റ് വേണം ഇതിനൊരു ബേസ് വേണം. അപ്പോൾ അതിന് എൻ്റെ കയ്യിൽ ആ ബ്ലാക്ക് അടപ്പുണ്ടെന്ന് അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് അതിന് പകരം എന്ത് അടപ്പും, അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ആ വൈറ്റ് കാണിച്ചത്. അതൊരു ന്യൂട്ടെല്ല കുപ്പിയുടെ അടപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്ത് അടപ്പും യൂസ് ചെയ്യാം. അതുപോലെ കല്ല് പരന്നതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മുടെ മരക്കഷ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഒരു ബിയർ ബോട്ടിലിൻ്റെ ഒരു അടപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ക്യാൻഡിൽ വെക്കാൻ സ്പേസ് ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചൂസ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച 3 കല്ലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമ്പേഴ്സ് വേണമെങ്കിലും കൂട്ടാം. ഇനി എന്താ, നമ്മൾ ഉണ്ടാക്കിയത് ക്യാൻഡിൽ ഹോൾഡർ ആണല്ലോ. അപ്പോൾ ക്യാൻഡിൽ എവിടെ? ഒറിജിനൽ ക്യാൻഡിൽ വെച്ചാൽ വലിപ്പം കൂടും. സോ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ക്യാൻഡിൽ ഉണ്ടായിരുന്നു കേട്ടോ, റെഡിമെയ്ഡ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നമ്മുടെ ക്യാൻഡിൽ ഹോൾഡർ ഇവിടെ സെറ്റാണ്. ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല കേട്ടോ, സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിലേറെ ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇതും. ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങൾ ചിലപ്പോൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതുപോലെ ഒരു നീളമുള്ള കല്ലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ എന്ന് കണ്ടപ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മൾ DIY ആയിട്ട് ക്യാക്ടസ് ചെയ്യുമല്ലോ, ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ആ ഒരു ഷേപ്പിലൊക്കെ വരുന്ന കല്ലെടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ഗ്രീൻ അക്രിലിക് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം കല്ലിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂട്ടാണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ ഒരു കോട്ട് തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഈ സംഭവം പാളിയത് എവിടെയെന്ന് വെച്ചതാ ഇവിടെയാണ്.
ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുള്ള ബ്രഷിൽ ഏറ്റവും തിന്നായത് ദേ ഇതുപോലെ ഒന്നിങ്ങനെ പരന്നിട്ടൊക്കെ നിൽക്കുന്നത്, നല്ല ഇതായിട്ട് നിൽക്കണില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ലൈൻ ഇടാനും പറ്റുന്നില്ല. ബ്രഷ് ഒരു ലൈൻ വരക്കുമ്പോഴേക്കും ബ്രഷ് നല്ല വിടുത്തില്ല, സോറി ലൈൻ നല്ല വിടുത്തിൽ വരികയാണ്. അപ്പം ഞാൻ വിചാരിച്ച പോലെ നീറ്റായിട്ട് കിട്ടിയില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലൈൻസ് ഇടുക, പിന്നെ നമ്മൾ ആ കാക്ടസിൻ്റെ മുള്ളൊക്കെ ഉണ്ടാവുമല്ലോ, ആ തോൺസ് ഇങ്ങനെ വൈറ്റ് കളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയിൽ കാണാൻ പറ്റാറുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഞാൻ ചെയ്തപ്പം അതുപോലെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ പറഞ്ഞില്ലേ തോൺസൊക്കെ വല്ല ഹാർട്ടും പോലെ ആയിട്ടുണ്ട്. ഇത് വെക്കാനുള്ള ഒരു ചട്ടി അത് ഞാൻ ഒന്നെടുത്തു, പക്ഷേ അതിൽ പെയിൻറ്റ് ചെയ്യാനുള്ള മടി കാരണം ഞാനത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടായിരുന്നു കയ്യിൽ, അത് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ഉണ്ടായിരുന്നു പോട്ട്, ആ പോട്ടിലോട്ട് ജസ്റ്റ് ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിലെനിക്ക് ഒരു ഭംഗിയില്ലാത്ത തോന്നിയത് എന്താ വെച്ചാൽ ആ ഇതും കാക്ടസും ഗ്രീന്, താഴത്തുള്ള പുല്ലിൻ്റെ ഭാഗം ഗ്രീനാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഒരു ബ്രൗൺ ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടായിരുന്നു തോന്നി. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാക്ടസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ കല്ല് വെച്ചിട്ട് 3 ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്രെയിമാണ്, സെക്കൻഡ് വൺ ഒരു കാൻഡിൽ ഹോൾഡർ, തേർഡ് വൺ ഒരു എന്താ പറയുക DIY പ്ലാന്റ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഈ ചെയ്ത 3 നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.